ആര്യാടൻ ഷൗക്കത്ത് കുടുംബക്കാരടുത്ത് നേരിട്ട് സംസാരിക്കുകയാണ്. വേദനയുണ്ടാക്കുന്ന കാഴ്ചകളാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ഫുട്ബോൾ കളിച്ചു അത് കഴിഞ്ഞ് മീൻ പിടിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു ദുരന്തം അവിടെ ഉണ്ടാക്കുന്നത്. കൂടെയുള്ളവർക്കും ഷോക്ക് കേൾക്കുന്നു. ചികിത്സയിലുണ്ട് പലരും. അപകടനിലയൊക്കെ തരണം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി. അനന്തു ജിത്തു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ആ വീട്ടിലേക്ക് അങ്ങനെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും എത്തുന്നുണ്ട്. കുറച്ച് നേരം മുൻപെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് എത്തിയത്. അതിന് മുൻപേ സ്വരാജ് എത്തിയിരുന്നു. അദ്ദേഹം സംസാരിച്ചത് കേട്ടതാണ്. ഇംതിയാസ് കരീം വീട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ആര്യാടൻ ഷൗക്കത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇതിൽ ശക്തമായി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിലേക്കാണ് എത്തുന്നത്. വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം വേദനയുണ്ടാക്കുന്ന കാഴ്ചയാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഈ മരിച്ച വീട്ടിലേക്ക് എത്തി. വന്നപ്പോൾ തന്നെ ബന്ധുക്കളെ കണ്ടു. ആശ്വസിപ്പിക്കുന്ന വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ വീടിനകത്ത് ബന്ധുക്കളെ കണ്ട് സംസാരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ചെയ്യുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയും ഇവിടെ എത്തിയിരുന്നു. K. രാധാകൃഷ്ണൻ അടക്കമുള്ള CPM നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ച് പോകുന്നുമുണ്ട്. ഇതിപ്പോൾ CPM ഇതിനെ മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവർ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ഇതിനെ ഉപയോഗിക്കുന്നു, ഈ മരണത്തെ ഉപയോഗിക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ BJP ഇപ്പോൾ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, സർക്കാർ ഈ വിഷയം വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. ഇതിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ വേണ്ടതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ തിരിച്ച് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കേന്ദ്രം അനുമതി നൽകാത്തതാണല്ലോ പ്രശ്നം എന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന് തന്നെ പരിഹാരം കാണാൻ കഴിയും. അവരതൊന്നും ചെയ്യുന്നില്ല എന്ന ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയായിരുന്നു. അതായത് എല്ലാം ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ തലയിലിട്ട് തടി തപ്പുന്ന രീതിയാണ് BJPയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായത്. അതായത് കേന്ദ്രത്തിന് ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുക, കേന്ദ്രം ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വിശദീകരണമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. K. രാധാകൃഷ്ണൻ ഇവിടെ വന്ന സമയത്ത് പറഞ്ഞ കാര്യം നേരത്തെ മന്ത്രി AK ശശീന്ദ്രൻ ഉന്നയിച്ചതുപോലെ തന്നെ ഒരു നിലമ്പൂരിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി, ഒരു 15 വയസ്സുകാരൻ ഇങ്ങനെ മരണപ്പെടുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷേധം രൂപപ്പെടുന്നു. മലപ്പുറത്ത് പ്രതിഷേധം ഉണ്ടാവുന്നു, നിലമ്പൂരിൽ പ്രതിഷേധം ഉണ്ടാവുന്നു. ഇങ്ങനെ ഇതൊരു പ്രീ പ്ലാൻഡ് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നത് സംശയിക്കുന്നത് അതുകൊണ്ടാണ് എന്ന രീതിയായിരുന്നു രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതിലൊക്കെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഒരു കൃത്യമായ പ്രശ്നപരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഈ വീട്ടിലേക്ക് എത്തി ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം ഈ ഭൂമി പാട്ടത്തിനെടുത്ത വിനീഷും അവരുടെ സുഹൃത്തുക്കളൊരാളും നേരത്തെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും അറിയേണ്ടത് KCBയുടെ പോസ്റ്റിൽ നിന്നും, അതായത് തൊട്ടടുത്ത വീടുകളിലേക്കും ഒക്കെ പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഒരു കമ്പി കെണി, അപകട കെണി താഴേക്ക് കെട്ടി വലിച്ചുകൊണ്ട് തോടിന്റെ അക്കരെ വരെ എത്തിച്ചതിന് പിന്നിൽ ആരാണ്, എന്താണ് ഇതിന് പിന്നിലുണ്ടായ കാരണം, വന്യമൃഗശല്യമാണെങ്കിൽ പോലും അനുമതിയില്ലാതെ എങ്ങനെ ഇങ്ങനെയൊരു സംവിധാനം അവിടെ ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിലാണ് ഒരു വിശദീകരണം വേണ്ടത്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതടക്കമുള്ള കാര്യങ്ങളാണ് വഴിക്കടവ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വീട്ടിലെ ബന്ധുക്കളെല്ലാം മരിച്ച ജിത്തുവിന്റെ ബന്ധുക്കളെല്ലാം സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ സ്വരാജും എത്തിയും സ്വരാജ് ഇനി ഉച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയിച്ചാണ് ഇവിടെ നിന്ന് പോയത്. ആര്യാടൻ ഷൗക്കത്തിന് എന്താണ് ഇപ്പോൾ നിലവിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വന്നിരിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടെ നമുക്ക് തേടേണ്ടതുണ്ട്.